ക്ഷമ പരീക്ഷിക്കരുതേ എന്നാണ് കേരളത്തിൽ പലരും പറയുന്നത്. സംഭവം എന്താ? മുഖ്യമന്ത്രി തീരുമാനമായില്ല. ഒരാഴ്ചയായി, 6-ാം നാളായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ്. നാളെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. പ്രതിഷേധങ്ങൾ കെട്ടടങ്ങാൻ കാത്തു നിൽക്കുകയാണ് ഹൈക്കമാൻഡ്. തിരക്കിട്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ തെരുവിൽ പ്രതിഷേധമുണ്ടാകുമെന്നാണ് ആശങ്ക. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിച്ചതായാണ് സൂചന. കർണാടകയിലുള്ള മല്ലികാർജുൻ ഖർഗെ ദില്ലിയിൽ എത്തുന്നതനുസരിച്ച് ചർച്ചകൾ പുനരാരംഭിക്കും. രാഹുൽ ഗാന്ധിയും ഖർഗെയും സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തും. അതേസമയം മത്സരത്തിൽ നിന്ന് പിന്മാറാൻ 3 നേതാക്കളും ഈ ഘട്ടത്തിലും തയ്യാറല്ല. റോഷിപാലും ഡൽഹിയിൽ നിന്ന് നോബൽ മാരിക്കാരനും തത്സമയം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഗുഡ് മോർണിംഗ് നോബൽ. അപ്പോൾ കാത്തിരിപ്പ് ഇങ്ങനെ നീളുകയാണ്. കാത്തിരുന്ന് പുഴ മെലിയുന്നു എന്നതല്ലാതെ തീരുമാനങ്ങളൊന്നും വരുന്നില്ല. പുക കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ ആരുടെയൊക്കെ പുക കാണും എന്നുള്ള കാര്യത്തിലാണ് സംശയം. അതിനിടയിൽ പ്രിയങ്ക ഗാന്ധി കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന മറ്റുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. എല്ലാവരെയും ഒന്ന് അന്തരീക്ഷം ഒന്ന് സമാധാനിപ്പിക്കാനും തണുപ്പിക്കാനും വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണെന്ന് ചിലർ പറയുന്നു. തീരുമാനം എടുത്തതായിട്ട് മറ്റു ചിലർ പറയുന്നു. കൂടുതൽ MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് ഓരോരുത്തരും അവകാശപ്പെടുന്നു. ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നു. ടേം വ്യവസ്ഥയെക്കുറിച്ച് ചിലർ എന്തൊക്കെയോ പറയുന്നു. ഇതിലൊന്നും ഒരു കൃത്യതയും വന്നിട്ടില്ല. എല്ലാം എന്തായാലും ഇന്നലെ പ്രധാനമന്ത്രി വരെ ട്രോളിക്കഴിഞ്ഞു റോഷിപാൽ. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രി മോഹവുമായി ഇങ്ങനെ ദില്ലിയിൽ മണ്ടി നടക്കുകയാണ് എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി സംസാരിച്ചത്. അപ്പോ അധികം വൈകുമോ മുഖ്യമന്ത്രി പ്രഖ്യാപനം റോഷിപാൽ? അരുൺകുമാർ, ഇനിയേറെ വൈകാൻ സാധ്യതയില്ല. നാളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം നിലവിൽ കോൺഗ്രസിന് മുന്നിലില്ല. പക്ഷേ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നടന്ന ചർച്ചകളും അത് തെരുവ് യുദ്ധത്തിന് സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങളും ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അതൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കൂളിംഗ് പീരീഡ് എന്ന നിലയിൽ വൈകിപ്പിക്കുന്നത് എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും പ്രതിഷേധങ്ങളോ അതിനെതിരെയുള്ള പ്രതികരണങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വൈകിപ്പിക്കുന്നു എന്ന് മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും നാളെ ഉറപ്പായും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നേതാക്കൾ എല്ലാവരും ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിയുടെ പരിഹാസത്തിന് ഇന്നലെ അർദ്ധരാത്രിയോടെ തലസ്ഥാനത്തെത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രൂക്ഷമായ രീതിയിൽ തന്നെ മറുപടി നൽകിയിരുന്നു. കാരണം ദില്ലിയിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത് 50 ദിവസത്തിന് ശേഷമാണ്. സ്വന്തം താമസിക്കുന്ന സ്ഥലത്തെ മുഖ്യമന്ത്രിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദിയാണ് കോൺഗ്രസിനെ പരിഹസിക്കാൻ വരുന്നത് എന്ന മറുപടിയായിരുന്നു ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും മുഖ്യമന്ത്രി ചർച്ചകൾ വൈകിപ്പിച്ചിട്ടില്ല. കൃത്യസമയത്ത് ചർച്ചകൾ നടന്നു. അക്കാര്യത്തിൽ വിശദമായ ചർച്ചകളാണ് നടന്നത്. ചർച്ചകളെല്ലാം പൂർത്തിയാവുകയും ചെയ്തു. ഇനി ഒരു ചർച്ചയുമില്ല മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട്. ഇനി പ്രഖ്യാപനം മാത്രമാണ്. അത് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റുന്നതിന്റെ കാരണവും പറയുന്നത് ഈ പ്രകടനം നടത്തിയവരെ തൽക്കാലത്തേക്ക് നിയന്ത്രിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമത്തിലെ ചർച്ചകളും താൽക്കാലികമായി നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി, ഒരു കൂളിംഗ് പീരീഡ് എന്ന നിലയിൽ കുറച്ച് സമയം കൂടി എടുത്ത് പ്രഖ്യാപിച്ചാൽ മതി. പക്ഷേ പ്രഖ്യാപനം വന്നാൽ തൊട്ടു പിന്നാലെ തന്നെ മറ്റു ചർച്ചകളിലേക്കും സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളുടെ ആലോചനകളിലേക്കും കോൺഗ്രസ് നേതൃത്വത്തിന് കടക്കണം. അതുകൊണ്ട് നാളെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയാണ് അരുൺകുമാർ. ഓക്കെ, നോബൽ മാരിക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. നോബൽ മാരിക്കാരനും ഹൈക്കമാൻഡിന് നല്ല പിടിയാണ്. എന്താ തീരുമാനം നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. നമ്മുടെ പല്ലവി ഘോഷ് എന്ന് പറയുന്ന വളരെ പ്രശസ്തയായ പത്രപ്രവർത്തക ഇന്നലെ ട്വീറ്റ് ചെയ്തത് KC വേണുഗോപാലിന് സാധ്യതയേറുന്നു എന്നുള്ളതാണ്. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, KC വേണുഗോപാലിന് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ട സമയമായി. കാരണം 7 വർഷത്തിലധികം പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ, ഉന്നത സ്ഥാനങ്ങളിൽ ഒരാൾക്ക് വിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് AICC പാസാക്കിയ പ്രമേയം. അതനുസരിച്ച് KC വേണുഗോപാലിന് ഒഴിഞ്ഞേ മതിയാകൂ. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, പഞ്ചാബിലുമൊക്കെ. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരാൾ സംഘടനാ ജനറൽ സെക്രട്ടറിയായിട്ട് വരുമോ എന്നുള്ളതിലാണ്. അപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോബൽ മാരിക്കാരൻ, മല്ലികാർജുൻ ഖർഗെ കർണാടകയിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ചു വന്ന് രാഹുൽ ഗാന്ധിയുമായി ഒരു വട്ടം കൂടി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ടോ? അതിനിടയ്ക്ക് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ഘടകകക്ഷികളുമായി സംസാരിച്ചുവെന്നോ, പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ചിലർ ചരട് വലിക്കുന്നുണ്ടോ എന്നൊക്കെ. ചുരുക്കത്തിൽ തീരുമാനം എപ്പോഴത്തേക്കുണ്ടാവുമെന്നാണ് ഹൈക്കമാൻഡുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. നോബൽ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ്.
അരുൺ, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞ് 7ാം ദിവസമാണ് ഇന്ന്. ഇതുവരെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത്യന്തം വലിയ വിമർശനം നേരിടുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ ഈ വിഷയം ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് ഈ തീരുമാനത്തിൽ ആരായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിൽ ഒരു നിർണായക സ്വാധീനമാകാൻ സാധ്യതയുള്ള സോണിയാഗാന്ധിയുടെ വസതിക്ക് മുന്നിലാണ്. സോണിയാഗാന്ധിയുടെ വസതിയിൽ സോണിയാഗാന്ധി ഉണ്ട്. അതായത് സുരക്ഷയൊക്കെ രാവിലെ നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും സോണിയാഗാന്ധിയുടെ തീരുമാനം കൂടി, നിലപാട് കൂടി ഇതിൽ പ്രധാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നേതാക്കളെ സംബന്ധിച്ച് നേതാക്കൾ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖർഗെയുമാണ് അന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ വേണ്ടി അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ട് നേതാക്കളും ഇന്നലെ ദില്ലിയിൽ ഉണ്ടായിരുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ദില്ലിയിൽ നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാനും കഴിയുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെ നിലവിൽ ബംഗളൂരിലാണുള്ളത്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ മാത്രമാണ് ദില്ലിയിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. അതിനുശേഷം ഒരുപക്ഷെ നാളെ ചർച്ച നടത്തി നാളെ വൈകിട്ട് പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നീട്ടിവെക്കാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും വൈകുന്നു. അത് മാത്രമല്ല, ആരെ പ്രഖ്യാപിക്കണം എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ ഉണ്ട് എന്ന സൂചനയും പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഒരിടത്ത് KC വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണയുണ്ട്, ജനപിന്തുണ കൂടുതൽ DD സതീശനുണ്ട്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ അദ്ദേഹം മുതിർന്ന നേതാവാണെന്ന് അദ്ദേഹത്തിന്റെ അവകാശവാദം ഉന്നയിക്കുന്നു. അത്തരത്തിൽ അവകാശവാദങ്ങൾ നിൽക്കുകയാണ്. ആ പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണെങ്കിലും കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. AK ആന്റണി അടക്കമുള്ള നേതാക്കളുടെ നിലപാടും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ തേടാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് വേണം വിലയിരുത്താൻ. നേരത്തെ പ്രിയങ്ക ഗാന്ധി ഔദ്യോഗികമായി ഒന്നും ഈ ചർച്ചകളുടെ ഭാഗമായിരുന്നില്ല. പക്ഷേ അനൌദ്യോഗികമായി പ്രിയങ്ക ഗാന്ധി എടുക്കുന്ന നിലപാടും ഈ സ്വാധീനം അതിൽ കൃത്യമായി തന്നെ ഉണ്ടാക്കും എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് വയനാട് MP ആണ്. ഓക്കെ താങ്ക് യു നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംഭവം ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു കിടക്കുകയാണോ എന്നുള്ളതാണ് ഒരു ആശങ്ക. ഇനിയും AK ആന്റണിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട ഈ തീരുമാനം വരത്തുള്ളൂ, അതല്ല ഓൾറെഡി ഈ തീരുമാനം എടുത്തോ? ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു കൂളിംഗ് ടൈം മാത്രമാണോ ഹൈക്കമാൻഡ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 7 വർഷമായ KC വേണുഗോപാലിന് ഇനി തുടരാൻ കഴിയില്ല. അവിടെ നിന്ന് മാറണം. 7 വർഷമാണ് പരമാവധി നിങ്ങൾക്ക് ഇത്തരം തലപ്പത്തിരിക്കാൻ പറ്റുക. പ്രമേയം അനുസരിച്ച് AICC പാസ്സാക്കിയ പ്രമേയം അനുസരിച്ച് അവിടേക്ക് സച്ചിൻ പൈലറ്റിനെ പരിഗണിക്കാം. വേണ്ടി വന്നാൽ രമേശ് ചെന്നിത്തലയെ വേണമെങ്കിൽ പോലും സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാം. സാധ്യത കുറവാണ്. പക്ഷേ ഇപ്പോൾ എന്തും സാധ്യതയായിട്ട് മാറുന്ന സാഹചര്യമാണ്. ഒരു ഒത്തുതീർപ്പ് ഫോർമുല കണ്ടെത്താൻ എന്തും ഉണ്ടാവും എന്നുള്ളതാണ്. വേണ്ടി വന്നാൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈമാറാമെന്നാണ്. എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ്. ദേശീയ തലത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് KC വേണുഗോപാലിന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് തന്നെയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. മറിച്ചാണ് ഉണ്ടാകുന്നതെങ്കിൽ ഫോർമുല എന്താണ് എന്നുള്ളതിലാണ് എല്ലാവരുടെയും ആകാംക്ഷ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,